അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈസി ആയിട്ടുള്ള പുഡിങ്ങാണ് കാണിക്കാൻ പോകുന്നത്. പൂവൻ പഴം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പുഡിങ് ചെയ്യുന്നത്. പൂവൻ പഴവും പിന്നെ മിൽക്ക് മെയ്ഡുമാണ് മെയിനായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയി വരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ടോഫി ഉണ്ടാക്കണം. ടോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് ഒരു പ്രഷർ കുക്കറിൽ അത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം മിൽക്ക് മെയ്ഡ് നന്നായി തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ തണുത്തതിന് ശേഷമാണ് പിന്നെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 20 പീസ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഫൈൻ ഗ്രാനുൾസ് ആവേണ്ട, കുറച്ച് നമുക്ക് ക്രഞ്ചി ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം ഈ ബിസ്ക്കറ്റും ബട്ടറും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മേൽഭാഗം ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഫ്രീസറിൽ വെച്ചിട്ട് മിനിമം അരമണിക്കൂർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യാം. സെക്കൻഡ് ലെയർ ടോഫിയും ബനാനയാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് മാറ്റി വെച്ച കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ബോട്ടിലൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ ടോഫി ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ടോഫി നമുക്ക് നന്നായി ഒന്ന് വിസ്ക് ചെയ്യണം. നല്ലവണ്ണം ഒന്നിങ്ങനെ സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. ടോഫി നല്ല ക്രീമി രൂപത്തിൽ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 പൂവൻ എടുത്തിട്ടുണ്ട്. ഇതിന് ചെറുപഴം എന്ന് ചിലരൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൂവൻ എന്നാണ് പറയാറ്. ഇനി ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. നല്ല പഴുത്ത പൂവൻ യൂസ് ചെയ്യേണ്ടത്. ഇനി ഇത് നന്നായി ഉടച്ചെടുക്കാം. ഇനി ഗൾഫിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഫിലിപ്പീൻ പഴം എന്ന് പറയില്ലേ, അതാണെങ്കിലും യൂസ് ചെയ്യാം. അത് നന്നായി ഉടച്ചതിന് ശേഷം ഈ ടോഫിയിലേക്ക് മിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത്. പഴം നന്നായി ഉടച്ചതിന് ശേഷം ഈ ടോഫിയായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ പുഡിങ്ങിൻ്റെ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ബിസ്ക്കറ്റിൻ്റെ ലെയറിൻ്റെ മുകളിലേക്കായിട്ട് ഈ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഈ ടോഫി മിക്സ്ചർ നമുക്ക് ഈവൻ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പഴം ചെറുതായി കട്ട് ചെയ്തതും കൂടി നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫോർത്ത് ലെയറായിട്ട് ചെയ്യേണ്ടത് വിപ്പിംഗ് ക്രീമിൻ്റെ ലെയറാണ്. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പിലും കുറച്ച് കുറവായിട്ട് വിപ്പിംഗ് ക്രീം എടുക്കുക. നല്ലവണ്ണം ഐസൊക്കെ പോയിട്ടുള്ള വിപ്പിംഗ് ക്രീം. അത് നന്നായി ബീറ്റ് ചെയ്തിട്ട് സ്റ്റിഫ് പീക്സ് ആക്കിയിട്ട് എടുക്കുക. അതിന് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. വിപ്പിംഗ് ക്രീം നമ്മൾ ഫോർത്ത് ലെയറായിട്ട് ഇവനായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 8 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഗാർണിഷിംഗ് ഒക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ചോക്ലേറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തത് വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. പഴം ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പുഡിംഗ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.